വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റി വിസ് ആണ്. 30 മാർക്ക് നമുക്ക് പക്ക ആക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാരണം ബോട്ടണിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോട്ടൽ എക്സാം ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. ഇൻ ഗ്രാസ് ദ മോണോകോട്ട് എംബ്രിയോ കണ്ടെയ്ൻ സിംഗിൾ കോട്ടിലർ നെയിംഡ്. അല്ലെ, മോണോകോട്ട് എംബ്രിയോയിൽ സിംഗിൾ കോട്ടിലറിനെ നമ്മൾ എന്താ പറയുന്നതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ് ഇവിടെ നമ്മൾക്ക് വരിക ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്? സ്ക്യൂട്ടല്ലം ആണ് ആൻസർ വരുന്നത്. ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി precipitate DNA can be separated by. റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ DNA എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെ. DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഇറ്റ് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലെ. ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പൊ precipitate DNA can be separated ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചിലര് ജെൽ ഇലക്ട്രോഫോറസിസ് പറയും, പക്ഷെ precipitate ചെയ്ത ടെസ്റ്റ് ട്യൂബിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെ നമ്മൾ സ്പൂളിംഗ് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. സ്പൂളിംഗ് എന്നും കൂടെ പറയാറുണ്ട്. അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. സ്പൂളിംഗ് ആണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. Then a single stranded DNA or RNA tagged with a radioactive molecule. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ RNA റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ വിത്ത് ടാഗ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? പ്രോബ് ആണ് കറക്റ്റ് ആൻസർ അല്ലെ. പ്രോബ് ഓർത്ത് വെക്കണം. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA or RNA that is tagged with a radioactive molecule is called പ്രോബ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. MCQസിന് ചോദിക്കും. Sun is the only source of energy for all ecosystem on earth, but one exception. What is that? ഇതുപോലത്തെ ചില ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ കുഴപ്പിക്കുന്നത്. 1 മാർക്കിന് ചോദ്യം വരുന്നത് വളരെ ഇൻഡെപ്ത് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും. അപ്പം ഇക്കോളജീൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഫുഡ് ചെയിനും എനർജീൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിന് ഫസ്റ്റ് ലൈനിൽ പറയുന്നതാണ് ഡീപ്പ് അല്ലെങ്കിൽ എക്സെപ്റ്റ് ഡീപ്പ് തെർമൽ ഡീപ് സീ ഹൈഡ്രോ തെർമൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് സെന്റൻസ് തുടങ്ങുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപ് സീ ഹൈഡ്രോ തെർമൽ എക്കോസിസ്റ്റത്തിൽ മാത്രമാണ് സൺ ഈസ് നോട്ട് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. എക്സെപ്ഷണൽ കീസ് ആണത്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പം ശ്രദ്ധിക്കണം. അവിടെ തന്നെ മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചതാണ് എത്ര എമൗണ്ട് ആണ് ഫോട്ടോസിന്തറ്റിക്കൽ ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് പെർസെൻറ്റേജ് പറയുന്നുണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കോളജി പഠിക്കുമ്പം ശ്രദ്ധിച്ച് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. Then observe the diagram of pollen grain given below. Answer the question. Identify A and B. ഇവിടെ A എന്താണ്, B എന്താണെന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം A എന്ന് പറയുന്നത് ഏതാണെന്നും B എന്ന് പറയുന്നത് ഏതാണെന്നും ആൻഡ് റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് A. എയുടെ ഫീച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. കുറച്ചുകൂടെ ലാർജ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല അവിടെ കുറച്ചുകൂടെ അബോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. അത് സൈറ്റോപ്ലാസം കുറച്ചുകൂടെ അബോണ്ടൻ്റ് ആണ്. അപ്പം ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. Name the special cellular thickening present in the synergid at micropylar and write its function. സിനോസിഡ്സിൽ നമുക്കൊരു ചെറിയ സെല്ലുലാർ തിക്കനിങ് കാണാൻ പറ്റും. അതാണ് ഇത് ഫിലിപ്പോപ്പ് അപ്പാരറ്റസ് അല്ലെ. എന്താ അവരുടെ പ്രത്യേകത? പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്താൽ ആ പോളൻ ട്യൂബിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു കഴിവാണ്. സോ ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ദ പോളൻ ട്യൂബ് ഇൻ ടു സിനർജിഡ് ഓർ എംബ്രയോ സാക് ഗൈഡിങ് ദ പോളൻ ട്യൂബ്. ഒന്നെങ്കിൽ ഗൈഡിങ് ദ പോളൻ ട്യൂബ് എന്ന് എഴുതുക, അല്ലെങ്കിൽ പോളൻ ട്യൂബ്സിനെ ഗൈഡ് ചെയ്ത് മെയിൽ ഗാമിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്ത്. ഇതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉറപ്പായിട്ട് പോയിന്റ് എഴുതാൻ മറന്നു പോകരുത്. ദെൻ അടുത്ത് നോക്കുകയെ, വാട്ട് ആർ ദി 2 കോർ ടെക്നിക്സ് എനേബിൾഡ് ദ ബർത്ത് ഓഫ് മോഡേൺ ടെക്നോളജി? നമ്മൾ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ ബയോടെക്നോളജി പഠിക്കുമ്പം ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഭാഗമാണ് എന്ത് 2 ടെക്നിക്കാണ് മോഡേൺ ബയോടെക്നോളജിനെ അവിടെ എൻഹാൻസ് ചെയ്തതെന്നാണ്. 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ പ്രോസസ് അല്ലേ. അപ്പോൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് RDNA ടെക്നോളജി, രണ്ടാമത്തേതാണ് ബയോ പ്രോസസ് എനർജി അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് അവിടെ എന്താണ് കണ്ടാമിനേറ്റഡ് ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, explain any 2 method by which recombinant DNA can be directly introduced into the host cell. 2 മെത്തേഡ് റീകോംബിനന്റ് DNA ഹോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന 2 മെത്തേഡ് എഴുതാനാണ് പറഞ്ഞത്. ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. അപ്പം
രണ്ട് മെത്തേഡ് എഴുതിയാൽ മതി. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. രണ്ടാമത്തേതാണ് ബയോളിസ്റ്റിക്സ് അല്ലേ, നമ്മൾ ഗോൾഡ് ഓർ ടങ്സ്റ്റനെ DNA കോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ബോംബാർഡ് ചെയ്ത് വിടുന്നു ഹൈ വെലോസിറ്റിയിൽ, കാരണം സെൽ വാളിനെ ബ്രേക്ക് ചെയ്ത് കയറണം. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, മൈക്രോ ഇഞ്ചക്ഷനും ബയോളിസ്റ്റിക്സും. സോ DNA നമ്മൾ ഹൗസ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണെന്ത്, മൈക്രോ ഇഞ്ചക്ഷനും ബയോളിസ്റ്റിക്സും. First transgenic cow produce human protein enriched milk. Name the cow and the protein found in milk. ഏതാണ് നമ്മുടെ റോസി കുട്ടി അല്ലേ, നമ്മുടെ റോസി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ഇവിടുത്തെ ഏതാണ്, ആൽഫ ലാക്റ്റ് ആൽബുമിൻ എന്ന പ്രോട്ടീനാണ് നമ്മൾ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഹ്യൂമൻ ജീൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് ആണ്, ബയോപൈറസി, ബസ്മതി റൈസ്, ജീൻ തെറാപ്പി, ADA ഡെഫിഷ്യൻസി, RNA ഇന്റർഫെറൻസ്, മെലഡോയിൻ ഇൻകോഗ്നീഷ്യ, ബാസിലസ് തുറിഞ്ചിയൻസിസ്, ക്രൈജീൻ. അത് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യാൻ അറിയാലോ. ബയോപൈറസി ആണ് നമ്മൾ ബസ്മതി റൈസിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നതാണ്. ജീൻ തെറാപ്പി ഫസ്റ്റ് യൂസ് ചെയ്തത് ADA ഡെഫിഷ്യൻസിയിലാണ്. RNA ഇന്റർഫെറൻസ് നമ്മൾ കണ്ടത് ഏതവിടെ, മെലഡോയിൻ ഇൻകോഗ്നീഷ്യയിലാണ്. ബാസിലസ് തുറിഞ്ചിയൻസിസിലെ ജീൻ ആണ് ക്രൈജീൻ എന്ന് പറയുന്നത്. ഫോളോയിങ് ഗ്രാഫ് ഷോസ് ടു ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. നെയിം ദ ഗ്രോത്ത് കർവ് A and B. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. A എന്ന് പറയുന്നത് ഏതാണ്, A എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്. A എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആൻഡ് B എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. K സ്റ്റാൻഡ്സ് ഫോർ ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ജിയോമെട്രിക് എന്ന് പറയാം. രണ്ടാമത്തെ ലോജിസ്റ്റിക് അല്ലെങ്കിൽ വേൾഹേഴ്സ്റ്റ് പേൾ ലോജിസ്റ്റിക്കോ അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവോ, അത് നിങ്ങൾ ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. ആൻഡ് K ക്യാരിയിങ് കപ്പാസിറ്റി ആണ് എന്നും കൂടെ ഓർത്ത് വെക്കുക. ക്യാരിയിങ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യാനും ചോദിക്കാറുണ്ട്, അപ്പോൾ അതും കൂടെ പഠിച്ചു വെക്കാം. പാരസൈറ്റ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ടു ലിവ് ഓൺ ഹോസ്റ്റ്. വാട്ട് ആർ ദേ? സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ടു ലിവ് ഓൺ ഹോസ്റ്റ് അല്ലെ. എന്താണ് ഈ പാരസൈറ്റ് എന്ന് പറയുമ്പം? പാരസൈറ്റ്സിന് ഒരിടത്ത് ജീവിക്കണമെങ്കിൽ അവർക്ക് പ്രത്യേകം അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഒന്ന്, ലോസ് ഓഫ് അൺനെസസറി ഓർഗൻസ്. ഇവർക്ക് വേണ്ടാത്ത അൺനെസസറി ആയിട്ടുള്ള ഓർഗൻസ്, സെൻസ് ഓർഗൻസ് ഒന്നുമില്ല. പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ്. അവർക്കുള്ളത് എന്താ, സക്ക് ചെയ്യാനും ക്ലിങ് ചെയ്ത് വെക്കാനുമുള്ള കുറച്ച് സക്കേഴ്സും ഹുക്സ് ഒക്കെയാണ് അല്ലെ, അത്തരത്തിലുള്ള ഓർഗൻസ് ഉണ്ട്. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, കാരണം ഡൈജസ്റ്റഡ് ഫുഡ് ഹോസ്റ്റ് നിന്ന് കിട്ടും, അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം വേണ്ട. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, പെട്ടെന്ന് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ലൈഫ് സൈക്കിൾ ഓഫ് പാരസൈറ്റ് ആർ ഓഫൻ കോംപ്ലെക്സ് ഇൻവോൾവിംഗ് 1 or 2 ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഓർ വെക്ടേഴ്സ് ടു ഫെസിലിറ്റേറ്റ് പാരസൈറ്റൈസേഷൻ ഓഫ് ഇറ്റ്സ് പ്രൈമറി ഹോസ്റ്റ് അല്ലെ. ലൈഫ് സൈക്കിൾ ഓഫ് ദ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കോംപ്ലെക്സ് ആണ്, 1 or 2 ഇന്റർമീഡിയറ്റ് ആണ് വരുന്നത്. ദെൻ facilitate parasitism for the primary host. Human liver fluke depends on 2 intermediate hosts in its life cycle. Then malarial parasite need a vector to spread to other hosts. അപ്പം പല കേസ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ആദ്യത്തെ ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക, അതാണ് കൂടുതലായിട്ട് അഡാപ്റ്റേഷൻസ് വരുന്നത്. ദെൻ അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇക്കോളജിക്കൽ പിരമിഡ്. ഫിഗർ റെപ്രസെന്റ് ദ പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജി ഇസ് ഓൾവേസ് അപ്രൈറ്റ്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയതായിരിക്കും ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് അത് ഇൻവേർട്ടഡ് അല്ല. വിച്ച് ആർ ദ അതർ 2 ഇക്കോളജിക്കൽ പിരമിഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, ഫ്ലോ ഓഫ് എനർജി ഇസ് ഓൾവേസ് യൂണി ഡയറക്ഷണൽ അല്ലെ. എനർജി എപ്പോഴും യൂണി ഡയറക്ഷനായിട്ട് ഫ്ലോ ചെയ്യുക. അത് ഓരോ സമയവും എന്ത് ചെയ്യുന്നു, 10% ലോസ് എനർജി എന്ത് ചെയ്യുന്നു, ഹീറ്റായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ എനർജി റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഇൻവേർട്ടഡ് പിരമിഡ്, അപ്രൈറ്റ് ആയിരിക്കും പിരമിഡ്, ഇൻവേർട്ടഡ് പിരമിഡ് ഉണ്ടാവില്ല. ദെൻ അടുത്ത പിരമിഡ്സിന് എക്സാമ്പിൾ ആണ് പിരമിഡ് ഓഫ് നമ്പറും പിരമിഡ് ഓഫ് ബയോമാസും. List of different organisms in an ecosystem are given below. Arrange them in first, second, third and fourth topic level. Phytoplankton, man, fish, zooplankton തന്നിട്ടുണ്ട്. ആദ്യം ഏത് വരും? ഫൈറ്റോപ്ലാങ്ക്ടൺ, പിന്നെ സൂപ്ലാങ്ക്ടൺ, ഫിഷ്, മാൻ. അപ്പം അക്വാട്ടിക് ഇക്കോസിസ്റ്റം തരാം, ഗ്രാസ് ലാൻഡ് തരാം, ഫോറസ്റ്റ് തരാം, എങ്ങനെ തന്നാലും പ്രൊഡ്യൂസേഴ്സ് ആണ് ഫസ്റ്റ് വരിക, ഹെർബിവോർസ് സെക്കൻഡ്, അല്ലെങ്കിൽ ചെറിയ കാർണിവോർ വരും, അല്ലെങ്കിൽ ഒംനിവോർസ് ആണ് വരിക. പിന്നീടാണെന്ത്, കാർണിവോറും ടോപ്പ് കാർണിവോറും വരിക. അപ്പം ട്രോപ്പിക് ലെവൽ ഫുഡ് ചെയിനും ഓർഡർ പഠിച്ചു വെക്കാം. Rate of biomass production in ecosystem is called productivity. Productivity are divided into 2. ഏതൊക്കെയാ? GPP and NPP. GPP എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, NPP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇവിടെ റിലേഷൻ ചോദിച്ചാൽ എപ്പോഴും പഠിച്ചു വെക്കണം, GPP - R = NPP. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചു വെക്കാം. അടുത്തത് നമ്മുടെ എഗ് പാരറ്റസ്, ആന്റിപോഡൽസ് എല്ലാം തന്നിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താൽ മതി. എംബ്രിയോ സാക്കിന്റെ പിക്ചർ ആണ്. A എന്ന് പറഞ്ഞാൽ ആന്റിപോഡൽസ് ആണ്, B നമ്മുടെ പോളാർ ന്യൂക്ലി, D എന്ന് പറയുന്നത് എഗ് ആണ്, C എന്ന് പറയുന്നത് സിനർജിഡ്സ് ആണ് അല്ലേ, സോറി C ആണ് സിനർജിഡ്സ്, D ആണ് എഗ്. ഓക്കെ, D എഗ്, C സിനർജിഡ്സ്, ബാക്കിയെല്ലാം കറക്റ്റ്.
Then name the diploid cell found in embryo sac. Embryo sac diploid cell ആയിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ സെൻട്രൽ സെല്ലിൽ ആണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉള്ളത്. പിന്നെ സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ അത് ഡിപ്ലോയിഡ് ആണ്. സെക്കൻഡറി ന്യൂക്ലിയസും ഡിപ്ലോയിഡ് ആയിട്ട് വരും. അപ്പം ഏത് വേണമെങ്കിലും ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഡിപ്ലോയിഡ് കണ്ടീഷൻ. The genes of organism can be altered by manipulation. Such organisms are called genetically modified organism. List 3 merits of genetically modified organism. മെറിറ്റ്സ് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? നമുക്ക് അബയോട്ടിക് സ്ട്രെസ്, ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടുള്ള വെറൈറ്റീസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ഉണ്ടാക്കാം. എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ് ഉണ്ടാക്കാം. പെസ്റ്റ് റെസിസ്റ്റൻറ്റും ഡിസീസ് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഉള്ളവരെ ഉണ്ടാക്കാം. അപ്പോൾ കുറേ മെറിറ്റ്സ് GM ക്രോപ്സിനുണ്ട്. അപ്പോൾ മെറിറ്റ്സ് ഒരു 3-4 എണ്ണം പഠിച്ചു വെച്ചോളാം. Observe the figure given below. Filling the blank A, B and C. Write the name of this process. What is the name of thermostable DNA polymerase enzyme used in this technique എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പിക്ചർ കണ്ടാൽ അറിയാം ഇതേതാണ്, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ആണ്. സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഡീനാച്ചുറേഷൻ, അലീനിങ് ആൻഡ് എക്സ്റ്റൻഷൻ ആണ്. യൂസ് ചെയ്ത എൻസൈം ഏതാണ്? ടാഗ് പോളിമറേസ് എൻസൈമും ആണ് അല്ലേ. അപ്പം DNA പോളിമറേസ് പകരം ഇത് തെർമസ് അക്വാട്ടിക്കീസ് എന്ന ബാക്ടീരിയയിൽ നിന്ന് എടുത്ത ടാഗ് പോളിമറേസ് എൻസൈം ആണ്. Given below an example of some population interaction, define the interaction. Cattle aggregate grazing cattle തന്നിട്ടുണ്ട്. അതേതാണ്? കമൻസാലിസം, ഫിക്ട്രി വാസ്പ്, മ്യൂച്വലിസം, കസ്ക്യൂട്ട, പാരസൈറ്റിസം. മൂന്നിൻ്റെ പ്രത്യേകതകൾ അറിയാം. മ്യൂച്വലിസം ബൂത്ത് ബെനിഫിഷ്യൽ ആണ്. കമൻസാലിസം ഒരാൾ ബെനിഫിഷ്യൽ മറ്റൊരാൾ ന്യൂട്രൽ ആണ്. ആൻഡ് പാരസൈറ്റിസത്തിൽ ഒരാൾക്ക് പോസിറ്റീവ് ബെനിഫിഷ്യൽ ആണ്, ഒരാൾക്ക് നെഗറ്റീവുമാണ്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. വൈകുന്നേരത്തെ ലൈവിലേക്ക് എല്ലാവരും കറക്റ്റ് ടൈമിൽ വരിക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ 60 ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ ഫ്രണ്ട്സിനെ കൂട്ടി വരിക. ആൻഡ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീ യു സൂൺ ഇൻ ദ ലൈവ്. ബൈ.